നിവിനെ പറ്റി ഞാൻ എന്താ പറയുക, ഫസ്റ്റ് കാണുന്നത് നമ്മൾ മലർവാടിയുടെ ഓഡിഷനാണ്. അന്നൊരു ബ്ലാക്ക് ഷർട്ടും കാലൊക്കെ വയ്യാണ്ടിരിക്കുന്ന സമയത്തായിരുന്നു, ഒരു ക്രച്ചസിലൊക്കെയാണ് വന്നത്. അവിടുന്ന് തൊട്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ടല്ലോ. തട്ടം ചെയ്യുന്ന സമയത്തുള്ള കുറേ എക്സ്പീരിയൻസസ്, ഭയങ്കര രസമുള്ള കുറേ സംഭവമുണ്ട്. നമ്മൾ ബസ്സിനകത്ത് ഷൂട്ട് ചെയ്തതും ഐഷനെ പ്രപ്പോസ് ചെയ്യുന്ന സീൻ ഷൂട്ട് ചെയ്തതും അതൊക്കെ നമ്മൾ രണ്ടുപേരും ട്രിപ്പ് ചെയ്ത് സ്ക്രീനിൻ്റെ മുമ്പിൽ അവനും പുറകിൽ ഞാനും ജോമോനും നമ്മളെല്ലാവരും പാട്ടൊക്കെ ഇട്ട് തട്ടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരുത്തിൻ്റെ മുമ്പിൽ ചിക്കൻ ബിരിയാണി വെച്ചാൽ എങ്ങനെ ഇരിക്കുന്നു പറയുമ്പോൾ പെട്ടെന്നൊരു സൂം പോവും. അപ്പോൾ എപ്പോഴും എനിക്ക് കാണുമ്പോൾ ഈ ചിക്കൻ ബിരിയാണിക്ക് എന്തിനാ ജോമോൻ സൂം ചെയ്തതെന്ന് ഇങ്ങനെ വിചാരിക്കും. ആക്ച്വലി ജോമോൻ്റെ കൈ തട്ടിപ്പോയതാ. ജോമോൻ ഭയങ്കര എൻജോയ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൈ അങ്ങ് സ്ലിപ്പായി പോയി. വലുതായി കുട്ടികളൊക്കെ. നല്ല മനുഷ്യൻ. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ സിക്സ് പാക്ക്? പ്രേമം സിനിമയുടെ 250வது ദിവസമാണ്. என்னடா திடீர்னு மலையாளத்தில் பேசுகிறேன்னு பார்க்குறீங்களா? ஒரு தமிழ் படம் தமிழ்நாட்டில் ஹவுஸ்ஃபுல்லாக 10 நாள் ஓடுறதே ஒரு பெரிய விஷயமா இருக்கிற இந்த காலத்தில் ஒரு மலையாள படம் தமிழ்நாட்டில் 250 நாள் ஓடி இருக்குன்னா அது எவ்வளோ பெரிய சாதனை. അവനാ വിശ്വാസം വരുന്നില്ല അല്ലേ? മിടുക്കനായിരുന്നു. പിന്നെന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. ഇതിനെ ഇപ്പൊ കാണാനില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അപ്പോൾ ഒരു തട്ടത്തിൻ മറയത്തിൽ അല്ലെങ്കിൽ ഒരു വടക്കൻ സിറ്റിയിലൊക്കെ പോലെയുള്ള ഒരു സിനിമ നിവിനുമായിട്ട് ഉടൻ ഉണ്ടാവുമോ, പ്രതീക്ഷിക്കാമോ? എന്തായാലും ഉണ്ടാവും. പക്ഷെ ഉണ്ടെങ്കിൽ അത് ഹ്യൂമർ ഉള്ളൊരു സിനിമയാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് നിവിൻ്റെ കൂടെ ഒരു സീരിയസ് പടം ചെയ്യുന്നത് ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ നിവിൻ ശക്തമായിട്ട് തിരിച്ചു വരും. നിവിനാണല്ലോ, തിരിച്ചു വരും. കുറെ നാൾ കഴിഞ്ഞിട്ടാണ് നിവിൻ എൻ്റെ ഒരു സിനിമയിൽ എനിക്ക് കിട്ടുന്ന. അപ്പോൾ അതങ്ങ് സെലിബ്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ആ വരികളൊക്കെ അങ്ങനെയാണ്. ബോക്സ് ഓഫീസിൽ നിന്ന് തോഴ നീ തിരികെ വാടാ, തിരികെ നീ വാടാ. അതെ. വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ ഒരു വൻ തിരിച്ചു വരവായിരിക്കുമോ വർഷങ്ങൾക്ക് ശേഷം? വിനീത് ഇന്റർവ്യൂ പറഞ്ഞൊരു കാര്യം, അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു നിവിൻ ഈ ക്യാരക്ടർ പ്ലേ ചെയ്യണം. അതിനുള്ള ഉത്തരം എന്താണെന്ന് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. ഗ്രൂപ്പിസം, ഫേവറിറ്റിസം, നെപ്പോട്ടിസം.